അവിടെ നിക്കടാ. ഇത് എന്തൊരു പോക്കായി പോണത്. നീ അശോക ഹോട്ടൽ ക്രോസ് ചെയ്തപ്പോ തൊട്ട് നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങിയതാ. ഓ, നീ ഇത്ര സ്പീഡിൽ പോയാ ബാക്കിയുള്ളവർ എങ്ങനെയാടാ മനസ്സമാനത്തോടെ വീട്ടിലിരിക്കുക? എന്തിനാ വിളിച്ചേ? അയ്യടാ, ഇതെന്താടാ അന്യന്മാരോട് സംസാരിക്കുന്ന പോലെ? ഞാൻ നിന്റെ ഒരേ ഒരു അളിയനല്ലേ. എനിക്ക് നിന്നെ എപ്പോ വേണമെങ്കിൽ വിളിക്കാം, ഗുണദോഷിക്കാം, കുറുമ്പുല്ലും കാട്ടിയാ ഇങ്ങനെ ചെവിക്ക് പിടിക്കാം. കളിയൊന്നും വേണ്ട, കാര്യം പറ. പിന്നെ അശോക ഹോട്ടലിൽ ഇപ്പൊ പിടിച്ച നല്ല പെടക്കണ കരിമീൻ പൊള്ളിച്ചോണ്ടിരിക്കുക. അശോക ഹോട്ടലിലെ കരിമീൻ നീ കഴിച്ചിട്ടില്ലല്ലോ, അപാര ടേസ്റ്റാ. എന്റെ മക്കള് പഠിച്ച് ക്ഷീണിച്ച് വരികയല്ലേ, നല്ല പാലപ്പം ഉണ്ടാവും, അതിൽ മുക്കിങ്ങനെ. എനിക്ക് കഴിക്കാനുള്ളതൊക്കെ എന്റെ വീട്ടിലുണ്ട്. നിന്റെ വീടെന്ന് പറഞ്ഞ എന്റെ വീടല്ലേ? അതെങ്ങനെ നിങ്ങളെ വീടാവുന്നേ? ഇനി ആ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞില്ല അന്ന് പോയത്? കള്ളൻ, അതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുകയല്ലേ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പിണക്കവും പരിഭവവും എന്നൊക്കെ പറയുന്നത് സ്നേഹമുള്ള ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവുക. അതൊക്കെ പോട്ടെ. ഹൈ, കണക്കോ ഇംഗ്ലീഷോ ഫിസിക്സോ ഏതിലോ ഒന്നിലും നീ വീക്കാണെന്ന് ഡെയ്സിയോട് പറഞ്ഞായിരുന്നല്ലോ. PC തോമസിന്റെ കോച്ചിങ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മാഷ് ഇപ്പൊ എന്റെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. അതെ, വേലൊന്നും ഇറക്കണ്ട. ചേച്ചിക്ക് ലോട്ടറി ടീ നിറഞ്ഞപ്പോൾ ചാട്ടല്ല ഇത്. അധികം ചാടണ്ട, ക്ഷീണിക്കും. പോയി മീൻ പൊളിച്ചത് തിന്നു. വേടക്കേട്ട ചെക്കൻ ശാപം. സംസ്ഥാന ഗവൺമെന്റ് അണിയിച്ചൊരുക്കുന്ന പുത്തൻ പുതിയ ഭാഗ്യക്കുറികൾ വിൽപ്പന വിജയകരമായി തുടരുന്നു. ഇന്ന് നറുക്കെടുക്കുന്ന 2 ഭാഗ്യക്കുറികൾ കേരള സംസ്ഥാന. ഇതൊക്കെ എപ്പോഴാണ് നറുക്കെടുക്കുക? എന്നും നറുക്കെടുപ്പല്ലേ സാറേ? ഓഹോ, എല്ലാത്തിന്നും ഓരോന്നെടുത്തോളൂ. ആ ലേശം വഴിയെന്നേ. ഒന്ന് മറിയേ. ഇതാരാ ഡേസി കൊച്ചോ? വാ, ഞാൻ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിരുന്നേ. മോൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടോ? പിന്നെ ഒരുപാട് ആശിച്ചു കിട്ടിയ ജോലിയല്ലേ. കണ്ടോ, ഇതാണ് തറവാടിത്തം എന്ന് പറയുന്നത്. ഇതുപോലെ 10 ബോട്ട് വേണമെങ്കിലും ഇപ്പൊ ഈ കൊച്ചിന് സ്വന്തമായിട്ട് വാങ്ങാം. എന്നിട്ടും കണ്ടില്ലേ, നമ്മള് സാധാരണക്കാരെ പോലെ ജോലിക്ക് പോവുക. കാശ് എത്രയായാലും ജോലി ജോലി തന്നെയല്ലേ ചേച്ചി? അതും എത്രയോ പേര് കൊതിക്കുന്ന ഗവൺമെന്റ് ജോലി. അത് പിന്നെ പറയാനുണ്ടോ, അതിന്റെ അന്തസ്സൊന്ന് വേറെ തന്നെയാ. ശരി മോളെ. ഞാൻ ഒന്ന് നിന്നേ. കളക്ടറേറ്റ് ആശുപത്രി അതെ, എനിക്കൊരു അല്ല, ഞാൻ ഇവിടെ കയറിക്കോളാം. തന്നോട് പോയി ബാക്കി കയറാനല്ലേ പറഞ്ഞു? അല്ല, ഞാൻ കാണാൻ കൊള്ളാന്ന് വെമ്പിളരെ കണ്ട ഇരിപ്പറക്കത്തില്ലല്ലേ? എന്റെ ഭാര്യയാണ്. അടുത്തതായി സുന്ദരിയും സുശീലയും സ്നേഹസമ്പന്നയും സർവോപരി ക്ഷമാശീലയുമായ സ്വന്തം ഭാര്യ ഡേസിക്ക് വേണ്ടി പിടയ്ക്കുന്ന ഹൃദയത്തോടെ ഭർത്താവ് ബെന്നി ചാക്കോ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം. ചേച്ചി വേഗം വാ, ചേച്ചിക്ക് വേണ്ടി മറ്റേ പുള്ളിയുടെ വക ഡെഡിക്കേഷൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞു പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. മതി, നിർത്ത്. ബാക്കിയുള്ളവരുടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴും ഇളയപ്പൻ്റെ വീണ വായന. മോനെ, വീണയല്ല ഇത്, ഹാർമോണിയ. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ എന്തെങ്കിലും അയ്യാ പറ്റുമോ? ഹാർമോണിയത്തെ കയറി വീണാന്ന് വിളിച്ചാ അതിന് വിഷമാവില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അത് പറ. ജാലകങ്ങൾ നീ. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാ. കുടുംബത്തിന്റെ കാരണവരാണ് ഇളയപ്പൻ.
ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് ഇളയപ്പനെ കാണുന്നത്. നിർത്ത് കാര്യം കാണാൻ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പന്റെ സ്ഥാനം കൽപ്പിച്ച് തരണ്ട. എനിക്ക് ഇളയപ്പന്റെ സ്ഥാനം മതി. എങ്കിൽ ഇളയപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറ, നമ്മളിത് എങ്ങനെയൊന്ന് മാന്യമായിട്ട് പരിഹരിക്കും? ഈ ബെന്നിച്ചായന് ഒരു നാണോ ഇല്ല. സ്ത്രീധനം കിട്ടാഞ്ഞപ്പോ ഭാര്യയെ തിരിച്ചു കൊണ്ടാക്കുക. ഇപ്പൊ ഒരു പണക്കാരായപ്പോ എനിക്ക് എന്റെ ഭാര്യയെ വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് പിന്നാലെ നടക്കുക. അയ്യേ, മിണ്ടാതിരിക്കടി. നീയൊക്കെ അനുഭവിക്കാൻ പോണോളൂടി. കൊട്ടിക്കോഷിച്ച് ലവ് മാരേജ് നടത്തിങ്ങി വാ, അപ്പൊ കാണാൻ എന്തൊക്കെ ഉണ്ടാവാൻ പോണെന്നുള്ളത്. ഒന്നും ഉണ്ടാവില്ല. പുള്ളിക്കാരൻ എന്റെ പൊന്നും വേണ്ട പണവും വേണ്ട. ഇവിടെ വന്ന് ആദ്യം പറഞ്ഞത് അതാ. അവനെ പോലെ പെണ്ണിന്റെ തൊലിവെളുപ്പ് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്നവൻ അല്ലടി ബെന്നി. ഒരു വിരേഖവനെ കാര്യം വന്നിരിക്കുന്നു. ഇളയപ്പം പറ. പുതുമനച്ചം വരെ ഇടപെട്ടിട്ട് നടക്കാത്ത കാര്യമായതുകൊണ്ട് മാന്യമായ ഒരു പരിഹാരം ഇനി ബുദ്ധിമുട്ടാ. സെന്റിമെന്റലായി അവരുടെ മനസ്സിനകത്തേക്ക് കയറാം. പക്ഷെ അതിലേക്കുള്ളൊരു വഴി പറഞ്ഞതാ. നിനക്ക് അഭിനയിക്കാൻ അറിയോ? അഭിനയം നോക്കാം. എന്തിനാ ഇപ്പൊ അത് തുറക്കുന്നേ? ചാനലൊക്കെ ക്ലിയർ ആണല്ലോ. ചേച്ചി ശ്രദ്ധിക്കാഞ്ഞിട്ടാ, ചെറിയൊരു മങ്ങലുണ്ട്. ഇതിപ്പ ശരിയാക്കി തരാം. ഇനി മോഹാൽച്ചപ്പെട്ടോളൂ. പെട്ടെന്ന് വീഴുതട്ടാ. പെട്ടെന്ന് വീണ പിടിക്കാൻ പറ്റില്ല. വെയിറ്റ് നിനക്ക് കൂടല്ല. അയ്യോ, ഓടിവായോ ഞങ്ങളുടെ മുതലാളിക്ക് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കോ? ഒന്നുമില്ല. അവന്റെ ഭാര്യ വീടല്ലേ അവിടെ താനൊന്ന് പോണ്ടോ? ഇത് ഞങ്ങൾ നോക്കിക്കോളാന്ന്. നീ പോയി കുറച്ച് വെള്ളം തോർത്തെടുത്തോ. ആ ഭാര്യ വീട്ടിൽ കൊണ്ടുവന്ന് ശല്യപ്പെടുത്തരുത്. താൻ എന്താ ഈ കാണിക്കണേ? ഹൃദയം നിന്ന് പറ്റണെങ്കിലേ ഇടിച്ച് വീണ്ടും സ്റ്റാർട്ട് ആക്കണം. സ്റ്റാർട്ടായി സംസാരിക്കുന്നത് കേട്ടില്ലേ? നമുക്ക് ഇയാളെ ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി കിടത്താന്ന്. അത് മതിയാ? അത് മതി. അതൊക്കെ വെക്ക്. ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്റെ ഈശോയെ. ഞാനൊരു മാറിന്നേ. ഇനി ഒന്നും പേടിക്കാനില്ല. ഒരു ചെറിയ അറ്റാക്ക്. മനസ്സമാധാനത്തോടു കൂടി 3-4 ദിവസം വിശ്രമിച്ച ഒക്കെ ശരിയാവും. ഭാഗ്യത്തിന് ഇവിടെ വെച്ചാണല്ലോ ഉണ്ടായത്. കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് എങ്ങും പോണ്ട. പിടിച്ചേ. എന്തായി പറയുന്നേ? എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആംബുലൻസ് ഇപ്പൊ വരും. ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. ആസ്പത്രി പോണോ? പോണം. ഓ അയ്യോ, ഇളയപ്പം കേറിയോ? ഒന്നും പേടിക്കണ്ടെന്ന് ഞങ്ങൾ. ഇളയപ്പാ ഒന്ന് പെട്ടെന്ന് നോക്കണേ. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. സംസാരിക്കാൻ പാടില്ല. ഈശോയെ, കയ്യിന്ന് പോയടാ ചാർലി. അയ്യോ, സൈമൺ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി കാറ് പോയിട്ടുണ്ട്. ഓപ്പറേഷൻ ഇന്ന് തന്നെ നടത്തുമെന്ന് ഉറപ്പാ. അതിന് ടെസ്റ്റ് ഒന്നും ചെയ്തില്ലല്ലോ. എന്ത് ടെസ്റ്റ്? ഇനി ടെസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഹാർട്ട് പേഷ്യന്റാ. സൈമൺ ഡോക്ടർ വിടുവോ? കത്തിയും കത്രികയും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഒന്ന് മൂത്രം ഒഴിക്കണായിരുന്നു. അതിനെന്താ? അയ്യേ, ഞാൻ ഒഴിച്ചോളാം. വെള്ളം കുടിക്കാൻ കിട്ടുവോ? ഇപ്പൊ കൊണ്ടുവരാം. ഓ, അയ്യോ,
അമ്മച്ചി ഇതാ റോഷൻ റീത്ത മേഡത്തിന്റെ മോൻ. ആ സോഫി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെയൊക്കെ പറ്റി എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇയാള് സാലി അല്ലേ? അതെ. ഇന്ന് ഇവരുടെ അപ്പന്റെ ഓർമ്മ ദിവസമാ. തോന്നി. ഞാനും എന്റെ ഡാഡിയും ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാ. പുള്ളിക്കാരനെ ഇവിടെ അടക്കിയിരിക്കുന്നത്. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോ ഞാൻ ഇവിടെ ഒന്ന് ഡാഡിയോട് പറയും. അതൊരു ധൈര്യ. അങ്ങനെ തന്നെ വേണം മോനെ. മനസ്സിൽ നന്മയുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. സോഫി ഇന്ന് ലീവാണോ? ഏയ് അല്ലല്ല, കുറച്ച് വൈകും ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ശരിയെന്നാ. നല്ല മര്യാദയുള്ള കൊച്ച്. പുതിയ തീരുമാനം നീയും കൂടെ അറിഞ്ഞിട്ടുള്ളതാ. പൊടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഐശ്വര്യായിട്ട് മാല അങ്ങോട്ട് ഇട്ടോളൂ. സാർ മധുരം. താങ്ക് യു. ഇതൊക്കെ നിങ്ങൾ കൊടുത്തു. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ആയിക്കോട്ടെ. കേറി. കരയല്ലേ മോളെ. നീ കരഞ്ഞ അപ്പനും അമ്മച്ചിക്കൊക്കെ വിഷമാവില്ലേ? നിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ കൂട്ടു നിന്നപ്പോഴും അപ്പന്റെ ഉള്ളിൽ ഒരു പഴമക്കാരനുണ്ടായിരുന്നു. ആഘോഷമായിട്ട് നിന്റെ കെട്ട് നടത്തണമെന്ന് ഞാൻ മോഹിച്ചതാ. മോഹങ്ങളെല്ലാം നടക്കണമെന്നില്ലല്ലോ അല്ലേ? അതൊക്കെ പറഞ്ഞ് മോളെ വിഷമിപ്പിക്കല്ലേ. ഏയ്, അവള് വിഷമിക്കൊന്നുമില്ല. അവൾ അപ്പന്റെ മോളാ. മാത്തച്ച, ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ റിസപ്ഷൻ ഉള്ളതാ. അതിനു മുമ്പ് അങ്ങ് എത്തണം. മോളിച്ചല്ലേ. ബെന്നി, എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ വന്നോളാം. ഈശ്വര, ദൈവത്തിന്റെ ഒരു കളിയേ. ബെന്നിയെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് മനസ്സ് വിചാരിച്ചോളൂ. അപ്പം നിൽക്കുന്ന ആളുടെ മുമ്പില്. അതെ, ഇന്നൊരു നല്ല കാര്യം നടക്കുന്ന ദിവസമാ. ആ ജെട്ടിയുടെ പുറകിലുള്ള 2 നില കെട്ടിടമില്ലേ, സബാസ്റ്റിന്റെ ദുബായ്, അതും ചുറ്റുമുള്ള 1.5 ഏക്കർ സ്ഥലവും ആൻഡ്രോ സാറ് വാങ്ങിച്ചു രജിസ്റ്ററുടെ പേരില്. ഇന്ന് രജിസ്റ്ററാ. 1.5 ഏക്കർ സ്ഥലവും ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോ സബാസ്റ്റിന് 1.25 കോടിയാണ് ചോദിച്ചത്. ഞാൻ 95 ഒപ്പിച്ചു കൊടുത്തു. അടുത്ത കൊല്ലം മറിച്ചു വിറ്റ 2 കോടിയാണ്. അതാ വരുന്നു. അതെ, ചമ്പക്കുളത്ത് ഫ്രാൻസിൽ നിന്നൊരു ഗ്രൂപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ ഒന്ന് ചുറ്റിക്കാൻ. പുറത്തൊരാള് കാണാമെന്ന് നിൽപ്പുണ്ട്. എന്നെയോ? ആ, എന്നെ കാണാൻ ഇവിടെ ആരോ നിക്കുന്നു പറഞ്ഞു. ഞാനാ ഡേസി. എന്തേ? അല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് സംസാരിക്കാം. ഇവിടെ വെച്ച് പറയാലോ. ഇവിടെ ഒരു പ്രൈവസി ഇല്ല. ആകെ തിരക്കും ബഹളവും. ഗവൺമെന്റ് ഓഫീസല്ലേ, തിരക്കുണ്ടോ? ഞാനും തീരെ ഫ്രീ അല്ല. എന്നാലും വന്ന നിലയ്ക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ചോക്ലേറ്റ് എടുക്കൂ. എന്റെ മോന് മെഡിസിന് സീറ്റ് കിട്ടി. താങ്ക് യു. ഹലോ ഗോപി, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നീ എന്റേത് മാത്രമാണെന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരുന്നു. ഹലോ, കളക്ടർ അകത്തുണ്ടോ? കളക്ടർ അകത്തുണ്ടോന്ന് അറിയില്ല. അറിയില്ലേ? ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, ആറാവുകാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, നാട്ടുകാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. ഇനി ഞാനൊരു ജോലിസിനെ വിളിച്ചിരുത്തി കവടി നിർത്തി തനിക്ക് പറഞ്ഞു തരാനോ? പോണോ? എത്ര അകന്നു നിന്നാലും നമ്മൾ ഒരു കാര്യം മറക്കരുത് ഡേസി, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളത്. ആണോ? അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള കരാറ്. പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം എന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നോ അന്നേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകൂ എന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്റെ അറിവിൽ ഇതുവരെ അപ്പച്ചൻ ആ പണം നിങ്ങളുടെ വീട്ടിലെത്തിച്ചിട്ടില്ല. നിനക്കറിയില്ല ഡേസി, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ മാത്രമല്ല, അമ്മച്ചി, വല്യമ്മച്ചി, പെങ്ങന്മാര്, അവരൊക്കെ നിന്നെ ഒന്ന് കാണാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നറിയാമോ? ചുമ്മാ. സത്യം. സത്യം മാത്രമല്ല സാറേ, പല IT കമ്പനികളിൽ ഇനി വെള്ളം കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. മണ്ണി പണിയെടുത്തെങ്കിലും നമുക്കൊക്കെ ഇനി മാമണ്ണാൻ പറ്റൂ. അമ്മച്ചിയും പെങ്ങന്മാരെയും ഞാൻ പള്ളി വെച്ച് കാണാറുണ്ട്.
അവരതൊന്നും പറയാറില്ലേ? ഞാൻ തർക്കിക്കാൻ വന്നതല്ല ഡേസി. നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. ചെറിയ ചെറിയ വാശികളുടെ പേരിൽ ഈ കൊച്ചു ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കരുത്. തെറ്റുപറ്റിയിട്ടുണ്ട്, വീണ്ടും വിചാരമില്ലാതെ പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കാൻ ദിവസങ്ങളില്ല ഡേസി, പശ്ചാത്തപിക്കാത്ത ദിവസങ്ങളില്ല. കണ്ണിൽ കരട് പോയില്ലേ? ദേ ഇത്തിരി അങ്ങോട്ട് മാറിയുന്നു. ലോറിക്കാര് മണലടിക്കുന്നുണ്ട്, അതാ ഒടുക്കത്തെ കാറ്റാ. ആ ഡേസി, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാ. അനിയത്തി പ്രസവിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. ഒന്ന് കണ്ടേച്ചും വരാം. ദേ എന്റെ ടേബിളിലോട്ടൊരു കണ്ണു വേണേ. ആ ഞാൻ നോക്കിക്കോളാം. അല്ല, നീ ഒരാഴ്ച ലീവാണെന്ന് കേട്ടല്ലോ. എന്താ വല്ല യാത്രയുണ്ടോ? അതിമനോഹരമായൊരു യാത്ര, കണ്ണൂർ വരെ. കണ്ണൂരോ? അവിടെ എന്താ വിശേഷം? പോയി അനിയത്തി കണ്ടിട്ട് വാ, വന്നിട്ട് പറയാം. അപ്പൊ സ്വകാര്യമാണല്ലേ? ആണെന്ന് കുട്ടിക്കും. ശരി, വേഗം വരാം. ഒന്ന് മാറിക്കേ മാറിക്കേ മാറിക്കേ. എനിക്ക് ജോലി ഒരുപാട് ബാക്കി കിടക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതി പ്യൂണിനെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ വായിച്ചോളാം.